അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിആത്ത് 32-ാമത്തെ ആയത്ത് വരെ നമ്മൾ തജ്വീദ് അനുസരിച്ച് മനോഹരമായി എങ്ങനെ പാരായണം ഭംഗിയാക്കാം എന്ന രൂപത്തിൽ 32-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു. ഇന്ന് ഇൻഷാ അല്ലാഹ് 33-ാമത്തെ ആയത്ത് മുതൽ കുറച്ചു ഭാഗം നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم متاعا لكم ولأنعامكم മതാഅ ഐന് ശ്രദ്ധിക്കണം. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഐനും അതുപോലെ തന്നെ ഹാഉം, ഈ രണ്ട് അക്ഷരങ്ങളും തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്, നമുക്കറിയാം. മതാഅൻ ലക്കും വലിഅൻആമിക്കും. വലി വാവിൻ്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ വ എന്ന് പറയാതെ വ എന്ന് ചുണ്ട് മുന്നിലേക്ക് പരമാവധി കൂർപ്പിച്ചുകൊണ്ട് പറയണം. ശേഷം വലി അവിടെയും ഐന് വരുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ഐന് വരുന്നത് കൊണ്ട് പ്രത്യേകം ഗൗനിക്കണം നമ്മൾ. മതാഅൻ ലക്കും വലിഅൻആമിക്കും. ശേഷം ഫഇദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്റാ. ഇവിടെ ഫഇദ ദാലിന്റെ മഖ്റജ് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും. ഫഇദ ഇങ്ങനെ പാരായണം ചെയ്യണം. ഫഇദാ ജാഅതി മദ് മുത്തസിൽ. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരേ പദത്തിൽ മദ്ദിന്റെ അക്ഷരവും, ഇവിടെ മദ്ദിന്റെ അക്ഷരം ഏതാ വന്നത്? അലിഫ് വന്നു. അലിഫ്, വാവ്, യാ, ഇതാണ് മദ്ദിന്റെ 3 അക്ഷരങ്ങൾ. അപ്പോൾ ഒരേ പദത്തിൽ മദ്ദിന്റെ അക്ഷരവും ആ മദ്ദിന്റെ അക്ഷരത്തിന് തൊട്ട് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ എന്ന അക്ഷരം സംഭവിക്കുന്നതിനാണ് മദ് മുത്തസിൽ എന്ന് പറയാം. അഥവാ 2 അലിഫിന്റെ ഖദർ അവിടെ നീട്ടണം എന്നർത്ഥം. 2 അലിഫിന്റെ ഖദർ എന്ന് പറയുമ്പോൾ, ഒരു അലിഫിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ ഒരു വിരൽ നിവർത്തി മടക്കുന്ന സമയം. അപ്പൊ 2 അലിഫിന്റെ ഖദർ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് നിവർത്തി മടക്കി രണ്ടാമത്തെ നിവർത്തി മടക്കുന്ന ആ ഒരു ഏകദേശ സമയമാണ് നീട്ടേണ്ടത്. ശേഷം ത്വാ ആണ്. ത്വാ ശ്രദ്ധിക്കണം. ത എന്ന് പറയുന്ന അതേ മഖ്റജ് തന്നെയാണ് ത്വാ എന്നതും. എന്നാൽ ത്വാ പറയുമ്പോൾ തഫ്ഹീമാക്കി വായ നിറഞ്ഞതായ രൂപത്തിൽ നാവിൻ്റെ മധ്യഭാഗം പൊങ്ങി ആ ഒരു രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. ത്വാ ത ത്വാ ത ത്വാ, ഇതാണ് വ്യത്യാസം. അതിനുശേഷം മദ് ലാസിം കാണാൻ കഴിയും. മദ് ലാസിം എന്ന് പറഞ്ഞാൽ മദ്ദിന്റെ അക്ഷരത്തിന് ശേഷം സുക്കൂൻ സംഭവിക്കുന്നതിനും അതുപോലെ തന്നെ ഈ കാണുന്നത് പോലെ ഷെദ് സംഭവിക്കുന്നതിനും ഒക്കെ മദ് ലാസിം എന്ന് പറയാറുണ്ട്. ഇവിടെ വിഷയം മദ് ലാസിമാകുമ്പോൾ 3 അലിഫിന്റെ ഖദർ അഥവാ 3 വിരൽ നിവർത്തി മടക്കുന്ന സമയം നമ്മൾ പാരായണം ചെയ്യണം. നേരത്തെ നമ്മൾ മദ് മുത്തസിൽ പറഞ്ഞു, 2 അലിഫിന്റെ ഖദർ. ഇതേപോലെ തന്നെ മദ് മുൻഫസിലും 2 അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത്. 1 അലിഫിന്റെ ഖദറും നീട്ടാം. നമ്മൾ സാധാരണ പാരായണം ചെയ്യാറുള്ളത് 2 അലിഫിന്റെ ഖദറാണ്. അതുകൊണ്ട് തന്നെ മദ് മുത്തസിലും മുൻഫസിലും 2 അലിഫിന്റെ ഖദറും മദ് ലാസിം 3 അലിഫിന്റെ ഖദറുമാണ് നീട്ടേണ്ടത്. ശേഷം ആ തോ എന്ന് നീട്ടിയതിനു ശേഷം മ കാണാം. അവിടെ മണിക്കണം. മീമ്, നൂന് എന്നീ 2 അക്ഷരങ്ങൾക്ക് ശബ്ദ സംഭവിച്ചു കഴിഞ്ഞാൽ മണിക്കണം എന്നത് തജ്വീദിന്റെ ഒരു പൊതുവായ ഖാഇദയാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ മണിക്കണം. ശേഷം അൽ കുബ്, കുബ് റോ, കുതുബ് ജദ് എന്ന അക്ഷരത്തിൽപ്പെട്ടതാണ് ബാ. കുതുബ് ജദ് എന്ന അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സുക്കൂൻ ആയിട്ട് സംഭവിച്ചാൽ, ഇവിടെ എങ്ങനെ സുക്കൂനായിട്ടല്ലേ സംഭവിച്ചത്? കുബ് റോ, സുക്കൂൻ വന്നു ബാഇന്. അപ്പൊ സുക്കൂനായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വ്യക്തമാക്കി കുബ് റ എന്ന് ഓതാതെ കുബ് റ, കുബ് കുബ് എന്ന് പറയണം എന്നർത്ഥം. ശേഷം റ ആണ്, അതും തഫ്ഹീമാക്കി റ എന്ന് പറയാതെ റോ
എന്ന് ഘനപ്പിച്ച് ഉച്ചരിക്കണം. ഇനി നമുക്ക് ഓതി നോക്കാം. فإذا جاءت الطامة الكبرى ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. يوم يتذكر الإنسان ما سعى. യൗമ വാവിന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു, ചുണ്ടുകൾ മുഴുവനും മുന്നിലേക്ക് കൂർപ്പിച്ച് വേണം പറയാൻ. യൗമ ദാലിന്റെ മഖ്റജ് പറഞ്ഞു, നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും. യതദക്കറുൽ ഇൻസാനു അവിടെ മണിക്കണം. ഇൻസാനു എന്തുകൊണ്ടാണ് മണിക്കേണ്ടത്? അവിടെ ഇഖ്ഫ ആണ്. സുക്കൂനുള്ള നൂനിനും തൻവീനിനും മൊത്തം 5 നിയമങ്ങളുണ്ട്. അതിൽ ഒരു നിയമമാണ് ഇഖ്ഫ, അഥവാ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. മറച്ച് മണിക്കൽ എങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞ് ഈ ഒരു വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. അതൊക്കെ മുൻ ക്ലാസ്സുകളിലും പല തവണയായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ സ എന്ന ശബ്ദം പുറപ്പെടണം. അഥവാ സഫീർ എന്ന സിഫത്ത് അതിലുണ്ട് എന്നർത്ഥം. പല സിഫത്തുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾക്ക്. അതിൽ സഫീർ എന്ന് പറയുന്നൊരു സിഫത്തുണ്ട്, അഥവാ പക്ഷിസ്വരം എന്നാണ് അതിന് പറയാറ്. അഥവാ സ് എന്ന ശബ്ദം സീനിന് പുറപ്പെടണം എന്നർത്ഥം. കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. ശേഷം ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഐൻ. യൗമ വാവ് യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. ശേഷം വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. വബുർരിസ ഈ സ എന്ന അക്ഷരത്തിനും സഫീർ എന്ന സിഫത്തുണ്ട്. എന്ന ശബ്ദം സീനിന് വരുന്നത് പോലെ എന്ന ശബ്ദം സായിക്കും വരണം. അതാണ് സിഫത്ത് സഫീർ ഇതിനുമുണ്ട് എന്ന് പറയാൻ കാരണം. വബുർരിസ ഇത് വരണം എന്നർത്ഥം. വബുർരിസത്തിൽ ജഹീമു ഈ ശബ്ദം പുറപ്പെടണം ഹ പറയുമ്പോൾ. ഹാഇന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. സാധാരണ നമ്മൾ ഈ എരിവ് ഒക്കെ ഭക്ഷിക്കുന്ന സമയത്ത് എന്ന് പറയാറുണ്ട്. ഇതേപോലെയാണ് ഹ ഉച്ചരിക്കേണ്ടത്. ജഹീമു വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ അവിടെ മണിക്കണം. സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം യാ വാവ് മീമ് നൂന് എന്നീ 4 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇദ്ഗാം അഥവാ ചേർത്ത് മണിക്കുന്ന ഒരു രൂപം, ഇദ്ഗാം ബിഗുന്ന എന്നാണ് പറയാം. അതിവിടെ ചെയ്യേണ്ടതുണ്ട്. വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ ശ്രദ്ധിക്കണം. യറാ എന്ന് പറയരുത്, യറാ തഫ്ഖീമാക്കി ഉച്ചരിക്കണം. അഥവാ വായ മൂടിയതായ രൂപത്തിൽ, വായ അടഞ്ഞതായ രൂപത്തിൽ ഉച്ചരിക്കണം എന്നർത്ഥം. മണിക്കണം. എന്തുകൊണ്ടാണ് മണിക്കേണ്ടത്? മീം നൂൻ എന്നീ 2 അക്ഷരങ്ങൾക്ക് ഷദ്ദ് വന്നാൽ മണിക്കണമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഇവിടെ മീമിന് ഷദ്ദ് വന്നു. അതുകൊണ്ട് തന്നെ ഇതിനാണ് മണിക്കൽ എന്ന് പറയുന്നത്. അവിടെ മണിക്കണം. കാരണം സുക്കൂനുള്ള നൂൻ അല്ലെങ്കിൽ തൻവീൻ. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന 15 അക്ഷരങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, വന്നു കഴിഞ്ഞാൽ അവിടെ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ ത്വാ സംഭവിച്ചു. ത്വാ 15 അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അവിടെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം. അവിടെ ത്വാഉം ഗൈനും ഈ 2 അക്ഷരങ്ങളും ഹുസ്സലത്തിൻഖിൽ എന്നതിൽ പെട്ടതാണ്. അഥവാ തഫ്ഖീമിന്റെ അക്ഷരങ്ങളാണ് ഈ ഹുസ്സലത്തിൻഖിൽ എന്നത്.
എങ്ങനെ എവിടെ എങ്ങനെയൊക്കെ സംഭവിച്ചാലും ഏത് രൂപത്തിൽ സംഭവിച്ചാലും ഏത് കോലത്തിൽ സംഭവിച്ചാലും എപ്പോഴും ഇത് തഫ്ഹീം തന്നെയായിരിക്കും. അഥവാ വായ അടഞ്ഞതായ രൂപത്തിൽ ഘനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് എന്നർത്ഥം. ഇത് രണ്ടും അപ്പോൾ ശേഷം സാഇന്റെ മഖ്റജ് നേരത്തെ നമ്മൾ ദാലിന്റെ മഖ്റജ് പറഞ്ഞു. നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും ഇതേ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. പല ആളുകളും സ എന്ന് ഉച്ചരിക്കാറുണ്ട്, അഥവാ സാധാരണ സീന് ഉച്ചരിക്കുന്നത് പോലെ. അത് തെറ്റാണ്. മറിച്ച് സ സ എന്ന് തന്നെ പറയണം. ആദ്യം വാവ് ശ്രദ്ധിക്കണം. തഫ്ഖീമാക്കണം. ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. എന്ന ശബ്ദം പുറപ്പെടണം. ശേഷം ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ഫഇന്ന മണിക്കണം. നൂന് മീമ് എന്നീ രണ്ടക്ഷരങ്ങൾക്ക് ശബ്ദം സംഭവിച്ചാൽ മണിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. ഫഇന്നൽ ജഹീമ ഹ വന്നു. പിന്നെയും തൊണ്ടയുടെ മധ്യഭാഗം എന്ന ശബ്ദം പുറപ്പെടണം. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ഹിയ അവിടെ സാധാരണ ഹ ആണ്. ആദ്യം ജഹി ഹ വന്നു. ശേഷം ഹിയയുടെ ഹ എന്ന സാധാ ഹ വന്നു. അഥവാ സാധാരണ ഹിന്റെ മഖ്റജ് തൊണ്ടയുടെ അങ്ങേ അറ്റം. ഹംസയും അതുപോലെ തന്നെ ഈ കാണുന്ന ഹാവും. ഇത് രണ്ടും ആ ഭാഗത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഹിയൽ ചിലർ എന്ന് പറയും. എന്നോട് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? കാരണം കുതുബ് ജദ്ദിന്റെ അക്ഷരങ്ങൾക്ക് മാത്രമാണ് സുക്കൂൻ സംഭവിക്കുമ്പോൾ അബ് അത് എന്നൊക്കെ മുഴങ്ങി വളരെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ന് പറയാൻ പാടില്ല. കാരണം ഹംസ കുതുബേദി പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ചെറിയ രൂപത്തിൽ എന്ന് പറയാൻ പാടില്ല എന്നർത്ഥം. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. ശേഷം വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ആദ്യം മീമ് ശബ്ദ സംഭവിച്ചു, മണിക്കണം. വഅമ്മാ മൻ ഖാഫ ശ്രദ്ധിക്കണം. തഫ്ഖീമാണ്. എന്നതിൽ പെട്ടതായതുകൊണ്ട് തഫ്ഖീമാക്കി ഉച്ചരിക്കണം. ഫഅമ്മാ മൻ ഖാഫ മഖാമ ഖാഫിന്റെ മഖ്റജ് എവിടെയാ? നാവിന്റെ അങ്ങേയറ്റം. തൊണ്ടയുമായി ബന്ധമൊന്നുമില്ല. മറിച്ച് നാവിന്റെ അങ്ങേയറ്റം അത് മേലെയുള്ള അണ്ണാക്കിൽ മുട്ടിക്കണം. അതോടുകൂടെ തഫ്ഖീമും ചെയ്യണം. അഥവാ വായ അടഞ്ഞതായ രൂപത്തിൽ ഓതണം എന്നർത്ഥം. മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അവിടെ മണിക്കണം. നൂനിന് ശബ്ദം വന്നു. വനഹൻ നഫ്സ അനിൽ ഹവാ. وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى. സദഖല്ലാഹുൽ അളീം. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി ആ സൂറത്ത് അവസാനിക്കും ഇൻഷാ അല്ലാഹ്. നല്ല രീതിയിൽ ഇതുപോലെ തന്നെ എല്ലാ ഭാഗവും ഖുർആന്റെ ഏതൊരു ഭാഗവും ഈ നിയമങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എല്ലാം ഖുർആൻ മുഴുവൻ ഇങ്ങനെ പഠിക്കണം എന്നൊന്നുമില്ല. മറിച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ സൂറത്തിലേക്ക് ഒരു പേജ് പഠിച്ചാൽ തന്നെ അത് ഖുർആൻ മുഴുവൻ പഠിച്ചതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആന്റെ ഏതു ഭാഗത്തും ഇതുപോലെ തജ്വീദോടുകൂടി ഓതാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.